അമേരിക്കയും റഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബെറിംഗ് സ്ട്രേറ്റിൽ തമ്മിൽ വെറും 3.8 കിലോമീറ്റർ മാത്രം അകലമുള്ള രണ്ട് ദ്വീപുകളുണ്ട്, ഡയോമീഡ് ദ്വീപുകൾ. ശീതകാലത്ത് ഇടയിലുള്ള കടൽ ഫ്രീസ് ആകുമ്പോൾ നമുക്ക് ഒരു ദ്വീപിൽ നിന്നും അടുത്തയിലേക്ക് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്നതേ ഉള്ളൂ. എന്നാൽ ലിറ്റിൽ ഡയോമീഡിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് യാത്ര തുടങ്ങിയാൽ അപ്പുറത്തെത്തുമ്പോൾ അവിടെ തിങ്കളാഴ്ച രാവിലെ 7 മണിയാവും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. ഈ രണ്ട് ദ്വീപും വളരെയധികം അടുത്താണെങ്കിലും ബിഗ് ഡയോമീഡി റഷ്യയുടെ ഭാഗവും ലിറ്റിൽ ഡയോമീഡി അമേരിക്കയുടെ ഭാഗവുമാണ്. ഇതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ടൈം ഡിഫറൻസ് 21 മണിക്കൂറാണ്. കൂടാതെ ഈ ദ്വീപുകളുടെ ഇടയിലൂടെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത്. ഇതുകൊണ്ട് ബിഗ് ഡയോമീഡി നാളത്തെ ദ്വീപെന്നും ലിറ്റിൽ ഡയോമീഡി ഇന്നലത്തെ ദ്വീപെന്നും അറിയപ്പെടുന്നു. 1799 മുതൽ 1867 വരെ ഇന്ന് അമേരിക്കയുടെ ഭാഗമായ അലാസ്ക ഒരു റഷ്യൻ കോളനി ആയിരുന്നു. 1867 അമേരിക്ക റഷ്യയിൽ നിന്ന് അലാസ്കയെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഈ ലിറ്റിൽ ഡയോമീഡി ദ്വീപും ഉണ്ടായിരുന്നു. ജനവാസമില്ലാത്ത ബിഗ് ഡയോമീഡിയിൽ ഇന്ന് റഷ്യൻ സൈനികർ മാത്രമാണുള്ളത്. 1948 ഇവിടെ റഷ്യ സൈനിക താവളം സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ റഷ്യയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് ഇവിടെ ഒരു വെതർ സ്റ്റേഷനും ഒരു ഹെലിപാഡും മിലിറ്ററി ബേസും മാത്രമാണുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ലിറ്റിൽ ഡയോമീഡി ഒരു ജനവാസ മേഖലയാണ്. 2023 കണക്കുകൾ പ്രകാരം 77 പേരാണ് ഈ ദ്വീപിലെ ഗ്രാമത്തിൽ താമസിക്കുന്നത്. ഇവിടുത്തെ അതിശൈത്യം അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടുത്തെ ജനസംഖ്യ ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത്. ഈ ദ്വീപിൽ ഏതാണ്ട് 30 വീടുകളും ഒരു സ്കൂളും ഒരു ലൈബ്രറിയും ഒരു ഹെലിപാഡും ഒരു പോസ്റ്റ് ഓഫീസുമാണ് ഉള്ളത്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളോ കൃഷിയോ ഒന്നുമില്ല. കത്തുകളും അവശ്യ സാധനങ്ങളും ആഴ്ചയിൽ ഒരു തവണയുള്ള ഹെലികോപ്റ്ററിൽ കൊണ്ടെത്തിക്കും. ഇവിടുത്തെ ഒരു സ്റ്റോറിലൂടെയാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മീനുകളെയും പോളാർ ബിയർ, സീൽ തുടങ്ങിയ ജീവികളെയും വേട്ടയാടി ജീവിച്ചു വരുന്നു. വളരെ പരിമിതമായ ഇന്റർനെറ്റ് സൗകര്യമാണ് ഉള്ളത്. കാലാവസ്ഥ മോശമായാൽ ദിവസങ്ങളോളം പുറം ലോകമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കേണ്ടി വരും. കുടിവെള്ളത്തിനായി മലമുകളിലെ ഒരു ഉറവയാണ് ഇവർ ആശ്രയിക്കുന്നത്. വേനൽക്കാലത്ത് ഈ വെള്ളം വലിയ സ്റ്റീൽ ടാങ്കുകളിൽ ശേഖരിച്ചു വെക്കുന്നു. ഇതിൽ നിന്നാണ് ഗ്രാമത്തിലെ വീടുകളിലേക്ക് വെള്ളം എത്തുന്നത്. വലിയ ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഈ ദ്വീപിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനാവശ്യമായുള്ള ഇന്ധനം എല്ലാ വർഷവും വേനൽക്കാലത്ത് വലിയ ബാർജുകളിൽ ഇവിടെ എത്തിക്കുന്നു. പരമ്പരാഗതമായി രണ്ട് ദ്വീപുകളിലും ഇനൂപാത്ത് എന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. 1948 മുന്നേ ഇരു ദ്വീപുകളിലെയും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. ഇനി ഒരു പ്രധാന പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. വെറും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ദ്വീപിൽ നിന്നും അടുത്തയിലേക്ക് നടന്നു പോകാനൊക്കെ തിയററ്റിക്കലി പോസിബിൾ ആണെങ്കിലും ഇത് സ്ട്രിക്ട്ലി ഇല്ലീഗലാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു യാത്ര സങ്കല്പിക്കാൻ ഒരു പ്രത്യേക സുഖമല്ല.